ഫില്ലൈറ്റ് വെച്ചിടുന്നതുകൊണ്ട് അത് ഓക്കെയാണ്. നിങ്ങൾ ആ ലൈറ്റ് കാണണോ? ഞാൻ എന്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നതെന്ന് കാണണോ നിങ്ങൾക്ക്? കണ്ട, ഈ സൂര്യൻ്റെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നത്, മനസ്സിലായോ? വേറെ വഴിയില്ലടാ. ഈ റൂമിലെ ബ്ലൂ ലൈറ്റ് ഫില്ല് ചെയ്യണമെങ്കിൽ മിനിമം ഇതെങ്കിലും വേണം, മനസ്സിലായ? അതുകൊണ്ടാണ് ഇപ്പൊ അത് വെച്ചിരിക്കുന്നത്. ഇതിന് മറ്റേ സൂക്കേട് തുടങ്ങി ഇതിന് നാശമാവട്ടെ മൊത്തത്തിൽ ഇത് നാശമാവട്ടെ. ഹലോ, തിരിച്ചു വരുന്നില്ല. ഹലോ ഗയ്സ്, ഇത് തിരിച്ചു വരുന്നില്ല. ഇതിങ്ങോട്ട് തിരിയൊന്നുമില്ല. ഹലോ, നമ്മൾ പിണക്കം മാറ്റാണേ. ഓക്കെ ആണേ, നമ്മൾ സെറ്റാണേ. ഒരു മിനിറ്റ്, ഞങ്ങൾ ഓക്കെ ആവണേ. ഓക്കെ. എന്തിനാടാ അത് പിണങ്ങിയെന്ന? ഇതിപ്പോ എന്തിനാണ് മൂവി ചെയ്യണേ? എന്തിനാ മൂവി ചെയ്യണേ? നിക്കടാ, ഇൻസ്റ്റ 360 ലിങ്ക് കൺട്രോളർ. ഒരു മിനിറ്റ്, ഇവൻ ഇടയ്ക്ക് പിണക്കമുണ്ട് എന്നോട്. ഒരു മിനിറ്റ്, സിറ്റി കത്തിപ്പോയോ നോക്കട്ടാ. ഇല്ല, 20 PLോടാ അളിയ. സിറ്റി കത്തിയാൽ എനിക്ക് തിരിച്ചു കയറാൻ പറ്റൂല. അതാണ് ആ സത്യാവസ്ഥ. നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. സിറ്റി കത്തിയാൽ എനിക്ക് തിരിച്ചു കയറാൻ പറ്റൂല. അപ്ഡേറ്റ് ലേറ്റർ, ട്രാക്കിംഗ്. ഇപ്പൊ ക്യാമറ അനങ്ങുന്നുണ്ടോ നോക്കിയേ. ക്യാമറ അനങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഓൾ ഗുഡ് അല്ലേ? നിക്ക്. ഞാൻ ഇവനെ ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. പിണങ്ങല്ലേ. ഞാൻ നൈസായിട്ടേ തൊടുന്നുള്ളൂ. നൈസ് ടച്ച്. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം ബാക്ക്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് RCBയുടെ കളി കൊണ്ട് വെടിച്ചില്ലും കളിയൊക്കെ അവിടെ നടക്കണം കേട്ടോ. 255 റണ്ണൊക്കെ അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. RCB മിക്കവാറും കൊണ്ടുവന്നാ തോന്നുന്നു കേട്ടോ. ഇന്നത് ചേസ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാവും മാർക്ക്. നല്ല പ്രഷർ ഉണ്ടാവും. എന്നാലും നമുക്ക് നോക്കാം. DDoS ആണ് ആണല്ലേ. എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. അപ്പോൾ അവിടത്തേക്ക് ഞാൻ DSLR ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട് അടുത്ത നിങ്ങളുടെ സ്റ്റിയറിംഗ് ലൈവ് കുറച്ച് വിഷയമായിരിക്കും. പക്ഷേ ഇപ്പം ഇന്നല്ല 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാളെ എറണാകുളത്ത് പോകും. എറണാകുളത്ത് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമേ ആ ലൈവ് ഉണ്ടാവുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. സൗണ്ട് ഡിലേ ഉണ്ടോ? സൗണ്ട് ഡിലേ ഉണ്ടോ ഗൈസ്? സൗണ്ട് ഡിലേ ഉണ്ടോ? സൗണ്ട് കുറവാണ്. അതെന്താന്ന് പറയുക, മറ്റേ സ്ട്രീം ലാബ്സിലെ മറ്റേ ഇത് കൂടുതലാണ്ട് ഞാൻ ഇത് കുറച്ച് വെച്ചിരിക്കുക. ഇപ്പോൾ ഓക്കെ നോക്കിയേ. ഇപ്പോൾ സൗണ്ട് ഓക്കെ അല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഓൾ ഗുഡ് അല്ലേ? സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. വെൽക്കം എല്ലാവർക്കും ഹലോ. നമുക്ക് ഡിസ്ക്ലെയിമർ ആഡ് ചെയ്യണോടാ. ഡിസ്ക്ലെയിമർ ആഡ് ചെയ്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. ഇനി തൊട്ട് അങ്ങോട്ട് ഡിസ്ക്ലെയിമർ ആഡ് ചെയ്തേക്കുന്ന അതുകൊണ്ടാണ്. സോ ഒന്നാമത്തെ കാര്യം, നമ്മൾ കളിക്കുന്ന ഗെയിം 18+ ഗെയിം ആയതുകൊണ്ട് തന്നെ ഡിസ്ക്ലെയിമർ മസ്റ്റ് ആണെന്നാണ് പറയണത്. ഇപ്പോഴത്തെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് ഡിസ്ക്ലെയിമർ മസ്റ്റ് ആണ്. സോ ഡിസ്ക്ലെയിമർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയണത് പോലെ ഈ RPക്കകത്ത് ഉള്ള സംസാരങ്ങളും ഇതുമെല്ലാം ഈ പറയണത് പോലെ കുറച്ച് ഇതായിട്ടുള്ളതായതുകൊണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡിസ്ക്ലെയിമർ ആഡ് ചെയ്ത് മാത്രമേ സ്ട്രീം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ സിറ്റിയിലോട്ട് കയറുന്നതിന് മുമ്പ് റോലൈൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. റോലൈൻ ബ്രോ, താങ്ക് യു സോ മച്ച്. മീൻസ് എലോട്ട്. താങ്ക് യു. ഗെയിം സൗണ്ട് ഉണ്ടോടാ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഗെയിം സൗണ്ട് ഉണ്ടോ? എടാ, ഞാൻ മൂഞ്ചിയെന്ന് തോന്നുന്നു കേട്ടാ. യെസ് ഉണ്ട്. അപ്പൊ എനിക്കാണ് ഇല്ലാത്തത്. മൈക്ക് കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ഓൾ ഗുഡ് അല്ലേ? വന്നു. ഓക്കെ. നിങ്ങളുടെ ഒരു മിനിറ്റ് എടാ, ഞാൻ ഇതിനകത്ത് മോണിറ്റർ ഓൺ ആക്കിയിട്ടേക്കോ. വന്നു. ഓക്കെ. ഇപ്പൊ ഗെയിം സൗണ്ട് വന്നു നോക്കിയേ. ഗെയിം സൗണ്ട് വന്നില്ലേ? എടാ കേക്കാവോടാ? ആണോ? കേക്കാവോ? ഇപ്പൊ ഓക്കെ അല്ലേ? നോക്ക്. എന്നാലും ഒന്ന് കൺഫേം ചെയ്തേക്കട്ടെ ഗൈസ്. ഒരു സെക്കൻഡേ.
എന്റെ മൈക്ക് തന്നെയാടാ. ഓക്കെ ഓക്കെ. അല്ലല്ല ഇതെല്ലാം ഇപ്പൊ മാറോടാ. ഇതിപ്പോ ടെമ്പററി പീസ് അല്ലേ ഇരിക്കുന്നത്, മറ്റേ പീസ് റെഡിയായി. അപ്പോൾ അത് മാറുമ്പോഴത്തേക്കിന് ഈ പ്രശ്നങ്ങളും ഇഷ്യൂസ് എല്ലാം മാറും കേസ്. ഇതെല്ലാം കാരണം ഇത് എന്റെ പീസിലല്ല കേസ് ഞാൻ സ്ട്രീം ചെയ്യുന്നത്. ഞാൻ സ്ട്രീം ചെയ്യുന്നത് മറ്റേ ഒരു ബാക്കപ്പ് പീസിലാണ്. മറ്റേ എന്റെ പീസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് എല്ലാം. ഞാൻ മൈക്കും ഇതെല്ലാം വേറെ എടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ആവും. മറ്റേ പി സി ഏകദേശം റെഡിയായി. അപ്പോൾ ഇത് അവരുടെ ബാക്കപ്പ് പി സി, ഇത് എൻ്റെ പി സി അല്ല. ഇത് വേറെ ഏതോ സ്പെക്ക് ആരുടെയോ ആണ്. FPS നോക്കാം. ഇവൻ എടാ നീ കത്തിയോ? ഹലോ സിറ്റിന്ന് കത്തി 41 PL. എടാ എനിക്ക് വെളിയിലിരുന്ന് എല്ലാവരുടെയും RP കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് മാത്രം ഇതിനകത്ത് വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നെയാണോ അണ്ണനാണ് കുഴപ്പം. എടാ ഞാൻ എന്ത് ചെയ്യാനാടാ? അതാ എനിക്ക് അറിഞ്ഞുകൂടാത്തേ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. എനിക്കിതിനകത്ത് വന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ലിറ്ററലി. ഇപ്പോൾ എന്ത് പറയാനാണെന്ന് പറയാ. എന്താ അവസ്ഥയാണ് ഇത്? ഞാൻ എന്ത് ചെയ്യാനാ ബ്രോ? റോളിൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 3 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് അഗെയിൻ. 43 PL. ഞാൻ കത്തിപ്പോ അതെ അവന്റെ റീത്ത് മാത്രം ഇവിടെ ഇരിക്കുന്നു. അവൻ പോയി. അണ്ണ എന്ന് വന്നാൽ ഇതാണ് അവസ്ഥ. എടാ അതാണോ ഞാൻ പറയണത്. ഞാൻ വെളിയിൽ പോയി നോക്കുമ്പോൾ എല്ലാവരുടെ സിറ്റിയിൽ വാറ് നടക്കുന്നു, ഇത് നടക്കുന്നു, അത് നടക്കണം, എല്ലാം ഇത് നടക്കണം. എനിക്ക് മാത്രമാണ് ഇത്. ഞാൻ വരുമ്പോൾ ഇങ്ങനെയാണ്. എന്ത് ചെയ്യണം? അതേ PL കുറയുന്നുണ്ട്. നോക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ 2 ദിവസം പനിയും ഇതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വരാൻ. എനിക്കാണ് ഒരു ഇൻഫെക്ഷൻ ഇതെല്ലാം ഇപ്പം എല്ലാം മാറി. ഇപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ സൗണ്ട് മാത്രം ഒന്ന് ക്ലിയർ ആയാൽ മതി. സൗണ്ട് കോൺസേർട്ടിനൊക്കെ പോയി കിടന്ന് അലച്ചതാണ്. ടാർഗറ്റിംഗ് ആണ്. എന്ത് അണ്ടി വേണമെങ്കിലും ചെയ്യട്ടെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് പക്ഷേ കുറച്ച് നമ്മളില്ലാത്തപ്പോൾ സമയത്താണെങ്കിൽ പോലും ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചിലവന്മാരിരുന്ന് എന്നെ അവരാധിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. മറ്റേ അലിൻജോസ് പെരേരയൊക്കെ വെച്ചിട്ട് ഓരോരുത്തന്മാരിരുന്ന് അവരാധിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ആ കൂട്ടത്തിൽ അറ്റ്ലീസ്റ്റ് ആ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ പുള്ളി മാത്രമേ ഉള്ളൂ. അലിൻജോസ് മാത്രമാണ് ആ കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെനയുള്ളൊരു മനുഷ്യനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ആര് പറയണ വേണമെങ്കിലും നമുക്ക് കേട്ടോണ്ടിരിക്കാം. പക്ഷേ ഈ മറ്റേ അച്ചീവ്മെൻ്റ് ആയിട്ട് കുളിസീനൊക്കെ എത്തി നോക്കുന്ന ഓരോരുത്തന്മാരൊക്കെ വന്നിരുന്ന് ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്കൊരു കാര്യം ഉറപ്പാണ് കേസ്. ഞാൻ ഈ ഗെയിമിലോട്ടോ RPയിലോട്ടും ഒക്കെ വന്ന് മറ്റേ ഇതാക്കണ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഇതിപ്പം കിക്കിൽ ഇതൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഇതാണ്. മറ്റേ ഇവിടുന്ന് ഒരു 10 പേര് അവിടെ വന്ന് തെറി വിളിക്കാനെങ്കിലും ചെല്ലുന്നത് അവന് സന്തോഷം. മനസ്സിലായി? ഇവന്മാർക്കൊക്കെ സന്തോഷമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കുളിസീൻ ഫുണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. മനസ്സിലായ? വേറൊന്നുമല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഗൈസ്. ഇവന്മാരൊക്കെ തനിക്കോണം മനസ്സിലാവുന്നത് ഒരു സമയം ഒരുപാടൊന്നും വൈകിട്ടില്ല. ഞാൻ അതുകൊണ്ട് വേറെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഉടനെ നിങ്ങൾ അറിയാൻ പോണ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനായിട്ട് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയണതുപോലെ എനിക്ക് എന്തായാലും സാരി ഉടുത്തും മറ്റേ ഇതുപോലെ വന്നിരുന്ന് ഇതാക്കിയിട്ടും മറ്റേ കുളിസീൻ എത്തി നോക്കിയൊന്നും റീച്ച് കൂട്ടേണ്ട ഗതികേട് വർഷങ്ങളായി എന്ന് തുടങ്ങിയോ അന്നോട്ട് ഇന്നും ഗതികേട് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പറയണതുപോലെ ഇവന്മാരുടെ അടുത്തൊന്നും ഡെയിലി ഇതിട്ട് എനിക്ക് പറയാൻ വയ്യ. അവരാധിച്ചോട്ടെ. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം കേസ്. ഞാൻ ഇപ്പോഴും പറയാണ്, പുള്ളിയുടെ ആധാർ കാർഡിലെ പേരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഷെഡിക്കണ്ണൻ എന്നാണ് പുള്ളിയുടെ തറവാട്ട് പേരും എല്ലാം ഷെഡിക്കണ്ണൻ എന്നാണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മളിപ്പോൾ പുള്ളിയെ റോഡിലൊക്കെ വെച്ച് കാണുവാണെങ്കിൽ ഞാനിപ്പോൾ നേരെ പോയിക്കിട്ട് ഹായ് ഷെഡിക്കണ്ണൻ ഇങ്ങനെ ആയിരിക്കും ഞാൻ പറയാൻ പോണേ. മനസ്സിലായോ? ഞാനല്ലാതെ ഞാൻ MRC ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഇതുപോലെ ഷെഡിക്കണ്ണൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ പേരോ ചാനലിൻ്റെ പേരോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഒരാളെ ഗസ്റ്റായിട്ട് മറ്റേ ലൈവിൽ കൊണ്ടുവന്നിട്ട് അവനോട് വരെ ഗെയിമിൻ്റെ ഹെയ്റ്റ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്തോരം ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും പറയണില്ല. പിന്നെ ഞാനിത് MRC മാനേജ്മെൻറ്റിനോട് വിളിച്ച് സംസാരിച്ചപ്പം അവർക്ക് ഇവരെ പറ്റി അറിഞ്ഞുകൂടാന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് അതിൽ കൂടുതൽ വേറെ ആരെ ബോധിപ്പിക്കാനൊന്നുമില്ല. MRC vs TV ഇഷ്യൂലാണ് നമ്മളത് സംസാരിച്ചത്. അവർക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം പിന്നെ ആർക്കാ പ്രശ്നം? ആദ്യം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് തീരുമ്പോഴത്തേക്കിന് റെഡിയാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോടാ, നീ നിന്റെ ലെവലിൽ ജസ്റ്റ് നീ ഒന്ന് ആലോചിച്ചാൽ മതി. നീ ഇങ്ങനെ പുറത്തുനിന്നൊരു ഗസ്റ്റിനെ കൊണ്ടിരുത്തുമ്പോൾ
നിനക്ക് കിട്ടുന്നതിൻ്റെ വാച്ചിങ്ങിൻ്റെ 10 ഇരട്ടി ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കുണയ്ക്കുമ്പോൾ ഉണ്ട്, മനസ്സിലായ? അത് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അത് നിന്നെ പോലത്തെ സാരി ഉടുത്ത് ആടുന്നവന്മാർക്ക് അത് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഇരുന്നാൽ മതി, മനസ്സിലായ? ഇതിൽ കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി വരരുത്. നിൻ്റെയൊക്കെ തനിക്കുണം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത് ഞാൻ കുറച്ച് അറിയാവുന്നവർക്ക് കൊടുത്തുള്ള ഒരു സാധനമാണ്, മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ തിരിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്ത് വേണേ നിങ്ങളിനി അവിടെ ഇരുന്ന് ആയിക്കോട്ടെ, എന്ത് വേണേ അതിലൊന്ന് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ടിരുന്ന് ചെയ്. ആടാ കയറി 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 വാ. വണ്ടി ഓടിക്കാൻ പറ്റുമോ എനിക്ക്? മാറേ, പിയല് കുറഞ്ഞു. ഞാൻ കത്തിപ്പോയില്ല കേട്ടാ. ആണോ? അപ്പൊ ആദ്യം കത്തുന്നവര് മാത്രമേ ഉള്ളല്ലേ? ലോഡ് ഇറങ്ങി കഴിയുമ്പോ പിന്നെ പോവും. ഇപ്പൊ എല്ലാരും കണക്ട് ചെയ്യുമ്പോ വീണ്ടും പോകും. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. ഇന്ന് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന സിറ്റി ഓക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ബാബു നമ്പൂതിരി എന്ന് വരുന്നതായിരിക്കും. ഈ വണ്ടി മറിക്കാണ്ട് ഓടിക്കാൻ പറ്റുമോ?